ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തമ്മിൽ കണ്ടതുപോലെ നമ്മുടെ നഴ്സുമാർക്ക് എങ്ങനെ മാൽഡീവ്സിലൊരു മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ജോബ് നേടാം, അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഈ പ്രൊസീജിയർ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തം മാറൻ. വെൽക്കം ടു മൈ ചാനൽ. എല്ലാ നഴ്സുമാരുടെയും ഒരു സ്വപ്നമാണ് മാൽഡീവ്സിലൊരു ഗവൺമെൻറ് ജോലി, അവിടുത്തെ സർക്കാരിൽ ഒരു നഴ്സിംഗ് ജോലി കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഗവൺമെൻറ് ജോലി, അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നല്ലൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ആണ്. ഈ CV നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ 4-5 പേജൊന്നും ഇല്ലാണ്ട് ഒറ്റ പേജിൽ തന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടാൻ വേണ്ടിയിട്ട് കണക്കിന് ഒരു CV നിങ്ങൾ റെഡിയാക്കുക. രണ്ടാമത് നമുക്ക് വേണ്ടത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്. ഈ സർട്ടിഫിക്കറ്റ്സിൽ വരുന്നത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ മാർക്ക് ഷീറ്റ്സ്, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്. ഇതെല്ലാം നമ്മുടെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ ഇതും വേണം. അടുത്ത ഡോക്യുമെൻ്റ് ആണ്, നമ്മൾ മാൽഡീവ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ചെറിയൊരു മിനിമൽ ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഇപ്പോൾ IELTS ജനറൽ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്കോർ വേണ്ടത് 5.5 അല്ലെങ്കിൽ എബോവ്. ഇപ്പോൾ നമ്മൾ OET ആണ് എഴുതുവാണെങ്കിൽ അതിന് നമ്മൾ മിനിമം C വേണം, C അല്ലെങ്കിൽ എബോവ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. നമുക്ക് 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അത് നമ്മളിപ്പോൾ സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കണം. നമ്മൾ മിനിമം 150 ബെഡഡ് ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വേണ്ടത് PCC, അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മുടെ വീട്ടിനടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോവുക. അവിടെ പോയിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് ഓഫീസിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. അവിടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക അക്ഷയയിൽ തന്നെ. അതായത് PCCക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, അപ്പോയിൻമെൻറ്റ് എടുക്കുക. പിന്നെ അത് പാസ്പോർട്ട് ഓഫീസ് വഴിയാണ് നമുക്കത് കിട്ടുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ നമ്മൾ കർണാടകയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അവിടുത്തെ നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ ഗുഡ് സ്റ്റാൻഡിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മന്തിനുള്ളിൽ നമുക്ക് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് മിനിമം 3 മാസത്തെ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ പാസ്പോർട്ട് മിനിമം 1 ഇയർ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വേണ്ടത്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നത് നോക്കാം. ശരിക്കും ഈ MOH, അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഏജൻസിയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഒന്നും അങ്ങനെ അധികം ചെയ്യുന്നില്ല. ഞാൻ 1-2 ഫ്രണ്ട്സിനോട് തിരക്കിയപ്പോൾ അവർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല, ഏജൻസി വഴിയാണ് ചെയ്യുന്നത്. മാൽഡീവ്സിൽ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയെ തിരഞ്ഞെടുക്കുക. ഇതിപ്പോൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാൽഡീവ്സിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് പോയത് എന്നുള്ളത് അവരെ വിളിച്ച് ചോദിച്ച്, അവർ ഏത് ഏജൻസി വഴിയാണ് പോയത് എന്നുള്ളതിനൊക്കെ കുറിച്ച് ചോദിച്ചിട്ട് ആ ഏജൻസിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചൊരു ഏജൻസി ഫേക്ക് ആണോ ട്രസ്റ്റഡ് ആണോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ചെന്ന് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ MOHലേക്ക് നഴ്സുമാരുടെ വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് തന്നെ അവരുടെ വെബ്സൈറ്റിലോട്ട് പബ്ലിഷ് ചെയ്യും, ഇന്ന ഹോസ്പിറ്റലുകളിലൊക്കെ വേക്കൻസി ഉണ്ടെന്നുള്ളത്. അത് അവരുടെ ഏജൻസികൾക്കാണ് കൂടുതലും ഈ നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ നമ്മൾ ഈ കോൺടാക്ട് ചെയ്യുന്ന ഏജൻസിക്ക് ഓൾറെഡി ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ 2 ഫോംസ് തരും. അതായത് പ്രീ രജിസ്ട്രേഷൻ ഫോമും രണ്ടാമത്തത് ജോബ് ആപ്ലിക്കേഷൻ ഫോമും. ഈ 2 ഫോമും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ 2 ഫോംസും ഞാൻ മുന്നേ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി നമ്മുടെ ഏജൻസിക്ക് കൊടുക്കുക. ഏജൻസി ഇത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ട് അപ്ലൈ ചെയ്യും. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മുതൽ ഒരു മാസത്തിനകത്ത് നമ്മൾ എലിജിബിൾ ആണോ, അതായത് നമ്മൾ ഇൻ്റർവ്യൂക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആണോ എന്നുള്ളത് ഏജൻസി നമ്മളെ അറിയിക്കും. നമ്മളിപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഏജൻസി തന്നെ നമ്മൾ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരാഴ്ച മുതൽ 2 ആഴ്ചയ്ക്കകത്ത് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും, നമ്മൾ പാസ്സായോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ ഒരാഴ്ചയ്ക്കകത്ത് അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കകത്ത് നമ്മുടെ ഓഫർ ലെറ്റർ വരും. നമ്മൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് നമ്മൾ തിരിച്ച് ഏജൻസിക്ക് അയച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞാൽ ഒരു 45 ദിവസത്തിനകത്ത് നമുക്ക് വിസ എല്ലാം റെഡിയാക്കിയിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം റെഡിയാക്കി ഏജൻസി തരും. അത് കഴിഞ്ഞാൽ നമുക്ക് മാൽഡീവ്സിലോട്ട് പോകാം. 2-3 വർഷത്തിന് മുന്നേയൊക്കെ നമ്മുടെ പ്രീ രജിസ്ട്രേഷൻ നമുക്ക് വിസ കിട്ടുന്നതിന് മുന്നേ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ കിട്ടുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഇപ്പോൾ നമ്മൾ മാൽഡീവ്സിൽ വന്നതിന് ശേഷമാണ് പ്രീ രജിസ്ട്രേഷൻ കിട്ടുന്നത്. കുറച്ച് ചെറിയൊരു ഡിലേ ആണ്. നമ്മൾ മാൽഡീവ്സിൽ വന്ന് നമുക്ക് പ്രീ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ അവിടുത്തെ നഴ്സിംഗ് കോമ്പിറ്റൻസി എക്സാം പാസ്സായിരിക്കണം. അതായത് നഴ്സിംഗ് കോമ്പിറ്റൻസി എക്സാം എന്ന് പറയുമ്പോൾ അതൊരു ലൈസൻസ്ഡ് എക്സാമാണ്. ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. ഈ എക്സാം നമുക്ക് മാസത്തിൽ ഒരു തവണ എഴുതാൻ പറ്റും, എത്ര വേണോ എഴുതാം. പക്ഷേ നമ്മൾ മാൽഡീവ്സിൽ വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ നമ്മൾ ഈ എക്സാം പാസ്സായിരിക്കണം.
അപ്പോൾ നമ്മൾ ഈ കോമ്പറ്റൻസി എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് രജിസ്ട്രേഷൻ കിട്ടും. ഈ പെർമനൻറ്റ് രജിസ്ട്രേഷൻ നമുക്ക് 2 ഇയർ ആണ് വാലിഡിറ്റി. അത് എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പോലെ തന്നെ 2 ഇയർ വാലിഡിറ്റി ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രോസസ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പ്രോസസ്സിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.